നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാമത്തെ ഒരു റിവ്യൂമായിട്ടാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഞാൻ തിയേറ്ററിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് വളരെയധികം ആ സിനിമ ഇപ്പോഴും ഞാൻ പറയുന്നു വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എന്റെ ലൈഫിൽ തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളിൽ ഒരു സിനിമയായിട്ട് തന്നെ ഞാനിത് മാറ്റിവെക്കുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു രണ്ടാമത് ഒരു വീഡിയോ കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പടം കണ്ടവരുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും അതുപോലെ റിവ്യൂ കേട്ടവരുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും ഒക്കെ താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഈ ഒരു സിനിമ ഹിറ്റാവും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ റിലീസ് ചെയ്ത ആദ്യത്തെ ദിവസം തന്നെയാണ് ഈ പറയുന്നത് ഈ സിനിമ ഹിറ്റാകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കോടികളുടെ കിലുക്കം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഈ സിനിമ കുറെ കാലത്തോളം സംസാരിക്കും, കുറെ കാലത്തോളം ഈ കണ്ടവരുടെ മനസ്സിൽ നിൽക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഗ്യാരണ്ടി നമുക്ക് പറയാൻ സാധിക്കും. അത്ര മനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റും അത്ര മനോഹരമായിട്ടുള്ള മേക്കിങ്ങും വേറെ ലെവൽ അഭിനയവുമായിരുന്നു ഈ സിനിമയുടേത്. നമ്മൾ റിവ്യൂ ചെയ്തപ്പോൾ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് വില്ലൻ കഥാപാത്രങ്ങളുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതിന്റെ റിവ്യൂ ചെയ്ത സമയത്ത് പ്രധാനമായിട്ടും പറഞ്ഞത് രണ്ടുപേരുടെ പേരുകൾ മാത്രമാണ്, ആസിഫ് അലിയുടെയും അതുപോലെ തന്നെ അനശ്വര രാജിന്റെയും. രണ്ടുപേരും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ ഇവിടെ ഒരു ഡയലോഗ് പോലും തന്നെ പറയാതെ ആകെ ഒന്നോ രണ്ടോ ഘട്ടങ്ങളിൽ മാത്രം സംസാരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് നമ്മുടെ മനോജ് കെ ജയൻ വരുന്നുണ്ട്. ഗംഭീര പെർഫോമൻസ്, അദ്ദേഹത്തിന്റെ ലുക്കിലായാലും അദ്ദേഹത്തിന്റെ നടപ്പിലായാലും ഒക്കെ ആ ഒരു പ്രൗഢിയും അതുപോലെ തന്നെ ആ ഒരു സംഭവങ്ങളും കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് മാത്രമല്ല, ഇത് പടം പൂർണ്ണമായിട്ടും ഫ്ലാഷ് ബാക്കുകളിലൂടെയാണ് പോകുന്നത്. മൊത്തം ഒരു 20ഓളം ഫ്ലാഷ് ബാക്ക് ആ സിനിമയിൽ വരുന്നുണ്ട്. അതെല്ലാം തന്നെ നല്ല രസമായിട്ടാണ് പോകുന്നത്. അതിലൊരു മേജറായിട്ടുള്ളൊരു ഫ്ലാഷ് ബാക്ക് ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ആ ഒരു കൊലപാതകം ആണല്ലോ ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ത്രെഡ്. ആ കൊലപാതകം കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക്, അത് കുറച്ച് ദൈർഘ്യമുണ്ട്, ഒരു 15 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഫ്ലാഷ് ബാക്കാണ് ആ കാണുന്നത്. എന്റെ പൊന്നോ, എമ്മാതിരി സാധനമാണ് ആ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാം. അത് 100% മാർക്ക് കൊടുക്കേണ്ടത് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും തന്നെയാണ്. എല്ലാവരും തന്നെ പുതുമുഖങ്ങൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ആൾക്കാരാണ്. 1-2 സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള മുഖങ്ങളാണ് എന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും നമുക്ക് പുതുമുഖം എന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിലാണ് അവരെ. അത്ര അങ്ങോട്ട് പ്രശസ്തരല്ലാത്തുള്ള ആർട്ടിസ്റ്റുകളാണ്. കാരണം 40 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ആളുകളുടെ 40 വയസ്സ് മുമ്പുള്ള കഥാപാത്രം കാണിക്കുമ്പോൾ അവരൊക്കെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ പുതുമുഖങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നാ പെർഫോമൻസ് ആയിരുന്നു എന്നറിയാം. പ്രത്യേകിച്ച് ആ ഒരു മഠത്തിൽ നടക്കുന്ന സംഭവങ്ങളും അതിനകത്ത് എന്തെങ്കിലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകുമെന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും ആ ആലീസ് എന്ന് പറയുന്ന കഥാപാത്രം, അതുപോലെ തന്നെ വക്കച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം, ഇവരൊക്കെ പെർഫോമൻസ് എന്ത് ലെവലായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ആ സിനിമയുടെ കഥ തന്നെ തിരിച്ചുവിട്ട ആ ഒരു സംഭവത്തിനൊക്കെ തന്നെ നമ്മൾ കയ്യടി കൊടുക്കേണ്ടിയിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗങ്ങളിൽ, ഈ സിനിമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗങ്ങളിൽ ഒന്നായിരുന്നു ആ ഫ്ലാഷ് ബാക്ക്, ആ കൊലപാതക ഫ്ലാഷ് ബാക്ക്. വേറെ ലെവല് സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ഫീല് കൊടുക്കാൻ വേണ്ടി ഈ രേഖ എന്ന് പറയുന്ന കഥാപാത്രത്തിന് അവരുടെ ആ ഒരു പോയിന്റ്, അവർ എന്താണോ ആഗ്രഹിച്ചത് അതിന്റെ ഏറ്റവും ടോപ്പിലെത്തി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലേക്ക് നാളെ കടക്കുമെന്ന് കരുതി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവർക്കുണ്ടാകുന്ന ആ ഒരു അപകടം, ആ അപകടത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനുണ്ടാക്കിയ ആ ഒരു ട്രാക്ക്, ഇതെല്ലാം വളരെ ഗംഭീരമായിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു സീനിനെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ മൊത്തത്തിൽ ഡയറക്റ്റ് ചെയ്ത ജോഫിൻ ടി ചാക്കോയ്ക്കും കൊടുക്കണം ഒരു ഗംഭീര കയ്യടി. കാരണം എല്ലാം ആ ഒരു കഥാപാത്രം, നമ്മൾ രേഖയുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കഥാപാത്രത്തിന്റെ ആ ഒരു സന്തോഷത്തിന്റെ ആ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതെല്ലാം അത് ഒന്നും പറയാനില്ല, പോയി കണ്ടു നോക്കുക. അതേപോലെ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഞാൻ അത് റിവ്യൂവിൽ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. വളരെ മനോഹരമായിട്ട്, ഒട്ടും ഒച്ചപ്പാടില്ലാതെ, അതായത് ഇങ്ങനെ ഒരു സംഭവം അവിടെ പുറകെ പോകുന്നുണ്ടെന്ന് നമുക്ക് തോന്നുമ്പോഴാണ് അത് അരോചകമാവുന്നത്. ആ ഒരു അരോചകം ഉണ്ടാക്കാതെ തുടക്കം മുതൽ അവസാനം വരെ ഓരോ ഷോട്ടിനും ഓരോ
എക്സ്പ്രഷനും കൃത്യമായിട്ടുള്ള സംഭവങ്ങൾ കൊടുത്തുകൊണ്ട് ഓരോ സിറ്റുവേഷനും അനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായിട്ട് മുന്നോട്ട് പോയ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ക്യാമറ വർക്കുകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാ റിവ്യൂവിലും പറയുന്നതാണ്, ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നിടത്ത് ക്യാമറ വർക്ക് പരാജയപ്പെട്ടു എന്ന് വേണം വിശ്വസിക്കാൻ. അതല്ല, ആ ഒരു സംഭവത്തെ വളരെ മനോഹരമായിട്ട് നമ്മൾ അറിയാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കയ്യടി അറിയിക്കേണ്ടതാണ്. ഈ സിനിമയിൽ ആ ഒരു ഭാഗവും വളരെയധികം മനോഹരമായിട്ട് തന്നെ പോയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആകെ മൊത്തം ടോട്ടൽ നോക്കുന്ന സമയത്ത് ടെക്നിക്കൽ സൈഡ് വേറെ ലെവല്, പെർഫോമൻസ് സൈഡ് അതിൻ്റെ അപ്പുറം, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ഐറ്റം. ഞാൻ ആ തുടക്കത്തിൽ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഈ കണ്ണികൂടി എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു ട്രാക്ക് തന്നെയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു ട്രാക്കിന് എത്ര മനോഹരമായിട്ടാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഞാൻ കുറേ കാലത്തേക്ക് ഈ സിനിമ ഓർത്തിരിക്കും. എന്തിനേലും സിനിമ കണ്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ കാണാത്തവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും താഴെ രേഖപ്പെടുത്തുക. ആസിഫ് അലി എന്ന് പറയുന്ന താരത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകൾ ഒരു 5 എണ്ണം എടുത്തു വെക്കുമ്പോൾ അതിലൊന്നായിട്ട് ഈ സിനിമ മാറുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ റിവ്യൂലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പോലീസ് വേഷങ്ങൾ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ സാധാരണക്കാരനായിട്ടുള്ള പോലീസുകാരനായിട്ട് വരുമ്പോഴാണ്. അല്ലെങ്കിൽ അദ്ദേഹം പോലീസായിട്ട് വന്ന സിനിമകളെല്ലാം തന്നെ നല്ല റിവ്യൂ കിട്ടിയ സിനിമകളാണ്, അല്ലെങ്കിൽ നല്ലൊരു വിജയമായി മാറിയ സിനിമകളാണ്. ആ ഒരു ഘട്ടത്തിൽ ഇതിനകത്തേക്ക് തന്നെ ഈ സിനിമയും വരും. പക്ഷെ ഈ പറഞ്ഞ മാതിരി തന്നെ വലിയ പവറൊന്നുമില്ലാത്ത പോലീസുകാരനുണ്ടല്ലോ, വലിയ പൊസിഷനിൽ നിൽക്കാത്ത ഒരു സാധാരണ SI ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു കഥാപാത്രത്തേക്ക് അദ്ദേഹം മനോഹരമായിട്ട് തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങളെയും, അതായത് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഓരോരോ കഥാപാത്രങ്ങളെ, ഓരോരോ വ്യക്തികളെ പോയി ചോദ്യം ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നിരിക്കുന്ന ആക്ടേഴ്സിനെ വരെ, അത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്, ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്, അവരെ എല്ലാവരെയും സെലക്ട് ചെയ്തിരിക്കുന്ന രീതി വളരെ പെർഫെക്റ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ദ്രൻസ് വളരെ ചെറിയൊരു റോളിലാണ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മേജറായിട്ട് 2 സീനിലും പിന്നെ ഒരു 2-3 ഫ്ലാഷ് ബാക്കിൽ ജസ്റ്റ് 1-2 ഷോട്ടിലും പോകുന്നുണ്ട്. ആ ഒരു കഥാപാത്രവും എത്ര മനോഹരമായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൊണ്ട് അതിന്റെ ഒരു ലെവൽ ഒരു 10 മടങ്ങ് മുകളിലേക്ക് പോയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വേറെ കൂടെയുള്ള പോലീസുകാർക്കൊന്നും വലിയ റോളുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ആ ഒരു ഏരിയ ഒക്കെ ഗംഭീരമായിട്ട് തന്നെ പോയിട്ടുണ്ട്. എനിക്ക് ആകെ ഇതിനകത്ത് നെഗറ്റീവായിട്ട് തോന്നിയത് ഒറ്റ കാര്യം മാത്രമാണ്. അത് ഞാൻ ആ റിവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞു. ഒരു ചെറിയ ഒരു ആക്ഷൻ പോലെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. 2 പേരെ ചോദ്യം ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു ചെറിയ ഒരു അടിപിടി കാണിക്കുന്നുണ്ട്. അത് ഈ സിനിമയ്ക്ക് ഒരു കല്ലുകടി പോലെ എനിക്ക്, അതായത് ആ ഒരു ഒഴുക്കിന് ഒരു തടസ്സം സൃഷ്ടിച്ച പോലെ അത് അവിടെ ഫീൽ ചെയ്തു. അതല്ല എന്നുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ പോലും വേറെ ലെവല് സ്ക്രിപ്റ്റായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എനിക്കറിയില്ല ഈ സിനിമയുടെ ഭാവി എന്താണ്, പക്ഷേ എൻ്റെ മനസ്സിൽ ഈ സിനിമയുടെ ഭാവി വളരെ വലിയ ഉയരത്തിലാണ്, വലിയൊരു ഹിറ്റാവുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സിനിമ കണ്ടിട്ടുള്ളവർക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം. കാണാത്തവർ വേറെ ഒന്നും നോക്കേണ്ട, മക്കളെയും പിള്ളേരെയും ഭാര്യയൊക്കെ ഇതിനെ കൂടി തിയേറ്ററിൽ പോവുക, കാണുക. മസ്റ്റ് വാച്ച് മൂവി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നാളെയൊക്കെ ആയിട്ട് വേറെ സിനിമകളുണ്ട്, പക്ഷെ ഏതൊക്കെ സിനിമ വന്നാലും ഇതിന്റെ തട്ട് താണ് തന്നെ ഇരിക്കുമെന്ന് തന്നെ പറയാം. അത്ര ഗംഭീരമായിട്ടുള്ള സിനിമ. നന്ദി, നമസ്കാരം.